പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 10 ദിവസമായി നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിൽ. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേയുള്ളൂ. ഡൽഹിയിൽ 5:30-ക്ക് അതിനിർണായകമായിട്ടുള്ള ഒരു ചർച്ച, അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലാണ്. ആ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ കാത്തിരുന്ന ആ ചോദ്യത്തിന് ഉത്തരം ഇന്നുണ്ടാകും. അതിനി മണിക്കൂറുകൾ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ. വിപിൻ സി വിജയനുണ്ട് വി ഡി സതീശന്റെ വസതിയിൽ നിന്നും. അവിടെ വി ഡി സതീശന് ഐക്യദാർഢ്യവുമായി അദ്ദേഹത്തിന്റെ എറണാകുളം ദേശത്തെ വീട്ടിലേക്ക് നേതാക്കളും അണികളും ഒഴുകിയെത്തുകയാണ്. എൽദോസ് കുന്നപ്പള്ളിയിൽ അടക്കമുള്ള ആളുകൾ വി ഡി സതീശന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രതീക്ഷയിലാണ് വി ഡി സതീശൻ ക്യാമ്പ് എന്നതാണ് നേരത്തെ നമ്മൾ ചില പ്രവർത്തകരുടെയൊക്കെ പ്രതീക്ഷകൾ കേട്ടതാണ്. വിപിൻ സി വിജയൻ ഒരിക്കൽ കൂടിയുണ്ട്. വിപിൻ, ഇപ്പോൾ ഇന്ന് 5:30-ന് നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നു. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകാമെന്നാണ്. സതീശൻ ക്യാമ്പിലേക്ക് ഇത്തരം വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? എന്താണ് അവർക്ക് പറയാനുള്ളത് ഇതിലൊക്കെ? അനുജ, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആലുവയിലെ ദേശത്തെ വീട്. കാരണം നിരവധി പ്രവർത്തകർ വന്നിരിക്കുന്നു. എപ്പോഴായിരിക്കും ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളത് കാത്തു നിൽക്കുകയാണ്. പക്ഷേ പ്രതീക്ഷ കൈവിടുന്നില്ല. പ്രത്യേകിച്ച് പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. എല്ലാവരെയും പോലെ തന്നെ കാത്തിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ പോലും ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഈ ഘട്ടത്തിൽ പങ്കുവച്ചിട്ടുള്ളത് നേരത്തെ. അപ്പോൾ അത്തരം വിവരങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നത്. പറഞ്ഞതുപോലെ രാവിലെ തന്നെ മുഹമ്മദ് ഷിയാസ് ഇവിടെ എത്തിയിരുന്നു. DCC അധ്യക്ഷനും ഇപ്പോൾ കൊച്ചിയുടെ നിയുക്ത MLA-യുമാണ്. അദ്ദേഹമാണ് ആദ്യം എത്തിയത്. ഒരു 9 മണിയോട് കൂടി തന്നെ DCC അധ്യക്ഷൻ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോഴും ഷിയാസ് വീടിന് അകത്തുണ്ട്. VD സതീശനുണ്ട്. അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് മുസ്ലിം ലീഗിന്റെ കളമശ്ശേരി MLA ആയിട്ടുള്ള VE അബ്ദുൽ ഗഫൂർ വന്നു. അവരും, അതായത് ലീഗിന്റെ ഒരു ഉന്നതാധികാര സമിതി യോഗം അവിടെ നടക്കുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു ലീഗിന്റെ MLA ആയിട്ടുള്ള ഗഫൂർ ഇവിടെ എത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രവർത്തകർ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ കൂടുതൽ ഇപ്പോൾ കൂടി നിൽക്കുന്നുണ്ട്. ഇത് രാവിലെ മുതൽ തന്നെ കാണുന്നതാണ്. ഇന്നലെ രാത്രി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് അനുജ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അതിനുശേഷം ഇന്ന് രാവിലെ ഓരോ സമയത്തും 10 മണിക്കുള്ളിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇപ്പോഴത് 5:30-ന്റെ കൂടിക്കാഴ്ചയിലേക്ക് എത്തുന്നു. ഇനി ദീപാദാസ് മുൻഷി നാട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ്, അല്ലെ കേരളത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതിനുശേഷമാണോ ഈ പ്രഖ്യാപനം എന്നുള്ളതും അറിയില്ല. അങ്ങനെ ഈ കാണുന്ന ഓരോ ആളും കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി ഇവിടെ വന്നിരുന്നു. മുൻ MLA കൂടിയാണ്. വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണോ എന്താണെന്നറിയില്ല. അകത്ത് കയറി കൂടിക്കാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് അല്ലേ? ഇപ്പൊ കണ്ടില്ലേ, ഈ കാണാവുന്ന ജനങ്ങൾ കണ്ടില്ലേ? എന്തുകൊണ്ടത്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി വേണമെന്നുള്ളത് നമുക്ക് അഭിപ്രായമുണ്ട്. അത് VD സതീശനായിരിക്കണം. അത് കേരളത്തിലെ മുഖ്യ പ്രധാന ഒരു ഇത് കോൺഗ്രസിന്റെ മെയിൻ ഒരാള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതീക്ഷയിലാണ്. ആണ്, തീർച്ചയായിട്ടും അത് വന്നിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. തരത്തിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് വിട്ടുപോയിരിക്കും. ഞങ്ങൾ ഉറപ്പാണ്. ഒരു രാഷ്ട്രീയ കാര്യത്തില് ഒരു പ്രതിസന്ധിയുണ്ട്. വികാരം എന്റേതായത് മറ്റുള്ളവർ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെ പോരാടിയ, ജനാധിപത്യത്തിൽ മതേതരത്തിലും വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായ VD സതീശന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വൻ വിജയം നേടിയ VD സതീശന് കേരളത്തിന്റെ ഭാവി ഇന്നത്തെ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാണ്. അതല്ലെങ്കിൽ അതിനെതിരായ ഇതിങ്ങനെ വൈകുന്നതിലൊരു നിരാശയുണ്ടോ? നിരാശയുണ്ട്. എന്നേലും നമുക്കറിയാം, കക്ഷിരാഷ്ട്രീയത്തിന് അധീനമായിട്ടാണ് ഈ തവണ കേരള ജനത UDF-ന് വോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു നല്ല CM ഈ കേരളത്തിൽ വരുമെന്നും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് നമ്മുടെ VD സതീശനെ തന്നെയാണ്. മൂത്തായിട്ട് ഇപ്പോൾ VD സതീശനാവും എന്നുള്ള പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്നാണോ ഇപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ ഒരു സ്ഥിതി ഉണ്ടായത്? തീർച്ചയായിട്ടും അത് വേറൊന്നുമല്ല. ഇപ്പൊ നമുക്കറിയാം, ഒരു നേതൃത്വം കൊടുക്കുന്നത് നിലപാടിന്റെ രാജകുമാരൻ, എന്ത് കാര്യവും കൃത്യമായിട്ട് പറഞ്ഞ് അതേപോലെ തന്നെ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ VD. ആ പ്രതീക്ഷയിൽ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും തന്നെ എത്രയും ഉടൻ വിധി ഉണ്ടാവും എന്നുള്ളത് കരുതിയിരിക്കുകയാണ്. അനുകൂലമായ ഒരു വിധി, ആ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാടിന്റെ വികാരം മനസ്സിലാക്കുന്ന ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇന്ന് തന്നെ ഉണ്ടാവുന്നതാണോ? ഇന്നുകൊണ്ടുണ്ടാവുന്നതിനാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതൊരു എതിരാവില്ല എന്നാണ്. എതിരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതിരെന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ലല്ലോ. അതായത് ഈ നാടിന്റെ ഒരു പൊതുവികാരത്തിനൊപ്പം ഹൈക്കമാൻഡ് നിൽക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ.
ശരി. യെസ് അനുജ, അപ്പോൾ അത്രത്തോളം പ്രതീക്ഷയിലാണ് അവർ. ഈ ജനവികാരം ഹൈക്കമാൻഡ് കാണും എന്നുള്ളത് തന്നെ ഈ ഘട്ടത്തിൽ കൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ ഒരു ഹൈക്കമാൻഡിന്റെ തീരുമാനം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ ആവേശത്തോടെ എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ അത് തന്നെയാണ് ആലുവയിലെ വീട്ടിൽ നിന്നുള്ളത്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയാണ് കാഴ്ച. അതാണ്, കൂടുതൽ പ്രവർത്തകർ ഇനി എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം 5:30 നിർണായകമായ യോഗം, അതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ അണികൾ കരുതുകയാണ്. അങ്ങനെയെങ്കിൽ അത് വി.ഡി. സതീശന്റെ പേരാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. കൂടുതൽ പേർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ പ്രതീക്ഷയിലാണ് RC, ഒപ്പം തന്നെ KC. അതെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.